ഡിയർ നീറ്റ് ആസ്പിറൻസ്, 2024 നീറ്റ് എഴുതാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ബാക്ക് വാളിൽ കാണുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഒരു 2 days ബാക്ക് ഞാൻ ഈ പറയുന്ന യൂട്യൂബിൽ കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കണ്ണോടിക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്, നമുക്ക് നീറ്റിൽ കറക്കി കുത്തിയാൽ നമുക്ക് മാർക്ക് നേടാം. ഇത് ഒരു 2-3 വർഷമായിട്ട് തുടങ്ങിയ ഒരു ട്രെൻഡാണ്. പല ആൾക്കാരും വരുന്നു, കുട്ടികളെ ലാസ്റ്റ് മിനിറ്റിൽ കൺഫ്യൂസിങ് ആകുന്നു. അവരാരും എന്താണ് ഫസ്റ്റ് മിനിറ്റിൽ വരില്ല, അതായത് ഫസ്റ്റ് ടൈമിൽ വരില്ല. അതായത് അവർക്കാണെങ്കിൽ 1 മാസം മുമ്പ് പറയാമായിരുന്നു. ഇത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു 10 days ഒക്കെ ബാക്കി നിൽക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളോട് പറയും നിങ്ങൾ കറക്കി കുത്തിയാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ നിങ്ങളെ തലയിലേക്ക് കയറ്റി തരും. എന്നിട്ട് പറയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇത്ര മാർക്ക് കിട്ടും, അതിന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് നഷ്ടപ്പെടും, എന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺഫ്യൂസിങ് ആകും. ഇത് കേൾക്കുന്ന ഒരു കുട്ടി സംടൈംസ്, ചിലപ്പോ ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അവൻ അതൊന്നും പറയുന്നത് കേൾക്കില്ല. സംടൈംസ് അവൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ലാസ്റ്റ് മിനിറ്റിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവനൊരു ടെൻഡൻസി ഉണ്ടാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, ഞാൻ കണ്ട വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ഇതൊക്കെ ഒരു ഫാൾസ് എന്താ പറയാ ന്യൂസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ ഇതില് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് പറയുന്ന കാര്യങ്ങള്, ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, അവര് പറയാ നിങ്ങളിപ്പോ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ 4 ഓപ്ഷൻസിൽ ഇപ്പൊ ഞാൻ അത് ജസ്റ്റ് ഇപ്പോ ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, ഇങ്ങനെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ആണ് ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ ക്യൂ എന്ന് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പറയാണ് ഇതില് ഒന്നാണ് ആൻസർ, അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിലെ ഓരോ ആൾക്കാർക്കും there is a percentage, അല്ലെ? എന്താ അത്, ഇയാൾക്കൊരു 25% ഉണ്ട്, ആൻഡ് ഇയാൾക്കൊരു 25% ഉണ്ട്, ഇയാൾക്ക് ഒരു 25% ഉണ്ട്, ഇയാൾക്കൊരു 25% ഉണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത് ഇവര് പറയുന്ന അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതില് ഇവര് പറയുന്ന അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലെ ഒരു ഉത്തരം ശരിയായിരിക്കും. സപ്പോസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 4 ഞാൻ മാർക്ക് ചെയ്ത ഇത് ശരി ഉത്തരമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയാണ്ട് തന്നെ ഇതിൽ കറക്കി കുത്തുമ്പോൾ നിങ്ങൾ അറിയാണ്ട് എവിടെ എത്തുന്നു, ഈ 25-ലെ ഈ പറയുന്ന ഫോർത്ത് ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എത്തിപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്, 25% ആണ്. ഇവരാരും അപ്രീഷിയേറ്റ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇതില് ബാക്കി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ബാക്കി നിൽക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ബാക്കി നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ബാക്കി നിൽക്കുന്നത് ദാ ഈ ഒരു 25%, ഈ ഒരു 25%, ഈ ഒരു 25%, ഇതൊക്കെ റോങ് ആൻസേഴ്സ് ആണ്, അല്ലെ? റോങ് ആൻസേഴ്സ് ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ റോങ്ങിന്റെ ശതമാനം എത്രയാ? റോങ്ങിന്റെ ശതമാനം 75%ഉം ശരി ഉത്തരത്തിന്റെ ശതമാനം 25%ഉം ആണ്. എന്നിട്ട് ഒരു കൺസിഡറേഷനും ഇല്ലാതെ കുട്ടികളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഈ 25% വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കറക്കി കുത്തി നോക്കുക. മെജോറിറ്റി ഓഫ് ടൈംസ് നിങ്ങൾക്ക് എന്താ വരിക, ഈ പറയുന്ന 75% നിങ്ങൾ പോയി നിൽക്കും. അതായത് നിങ്ങൾ കുത്തുന്നത് തെറ്റായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കറക്കി കുത്തരുത്. ഇനി കറക്കി കുത്തുമ്പോ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. 5 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 4 മാർക്സ്. 4 മാർക്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 5 ക്വസ്റ്റ്യൻസിന് 4 മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്സ് കിട്ടി എന്ന് വിചാരിക്കാം. 20 മാർക്സ് കിട്ടി. ഓക്കെ, അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 20 മാർക്സ് കിട്ടിയതിൽ നിന്ന് പിന്നെ നിങ്ങൾ വരുത്തുന്ന ഓരോ തെറ്റും എന്ത് ചെയ്യും, ഓരോ മാർക്കായിട്ട് റെഡ്യൂസ് ചെയ്യും. ഇവര് പറയുന്ന പ്രകാരമാണെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അത് റോങ് ആയി എന്ന് വിചാരിക്കുക. നിങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്ന ഈ 20 മാർക്കിൽ നിന്ന് 1 മാർക്ക് പോകും. അതായത് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് 19ലേക്ക് വരും. ഇനിയും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ കറക്കി കുത്തി, അടുത്തതും തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം. എങ്കിൽ നിങ്ങൾ ഈ 19 മാർക്സ് 18ലേക്ക് വരും. ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച മാർക്കിൽ നിന്ന് ഓരോ മാർക്കുകളായിട്ട് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കുക. പഠിച്ച കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും വെച്ച് അറിയാവുന്നത് ചെയ്ത് സ്വന്തമായി നിങ്ങൾ ഉണ്ടാക്കുന്ന മാർക്ക് കയ്യിൽ സൂക്ഷിക്കുന്നതാണോ, അതോ അറിയാത്ത സാധനം വെറുതെ കറക്കി കുത്തി ആ കൊണ്ടുവച്ച മാർക്കിൽ നിന്ന് നഷ്ടങ്ങൾ വരുത്തുന്നതാണോ നല്ലത് എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. കാരണം
നീറ്റ് എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം, നീറ്റ് എക്സാമിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് ഇനി വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇതിന്റെ ഒരു എക്സ്ട്രീം ആയിരുന്നു. അതില് എന്താണ് ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റേ വരാൻ സാധ്യതയുള്ളൂ, എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. ഇത് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. സോ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ബിൽഡ് ചെയ്ത കൺസെപ്റ്റ്സും വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചെറിയ കുറുക്ക് വഴിയിൽ കൂടെ കയറിയിട്ട് നമുക്ക് മാർക്ക് ഒപ്പിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. അതുകൊണ്ട് എപ്പോഴും ഇമാജിൻ ചെയ്യുക, 75% ഈ പറയുന്ന കറക്കി കുത്തുന്ന ക്വസ്റ്റ്യനിൽ റോങ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. റോങ് ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അത് വെച്ചിട്ട് ഈ 25% വേണ്ടിയിട്ട് പോയിട്ട് കയ്യിലിരിക്കുന്ന മാർക്കിനെ കളയാതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ലാസ്റ്റ് മിനിറ്റ് ആണ്, 10 ഡേയ്സേ ബാക്കിയുള്ളൂ. ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കരുത്. സോ നന്നായി പഠിക്കുക, നീറ്റ് 2024 നന്നായി അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.